തിരക്കഥാ രൂപത്തിൽ തന്നെ ആകെ മൊത്തം ക്ലീശേമയമായ സത്യ എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ ദീപനെയും എ.കെ. സാജനെയും പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് എനിക്കറിയില്ല. നിലവാരം വളരെ കുറഞ്ഞ മേക്കിംഗ് സ്റ്റൈൽ കൂടിയായപ്പോഴേക്കും ഏറ്റവും പുതിയ ജയറാം ചിത്രമായ സത്യ ബോറടിക്കപ്പുറം നമ്മുടെ ക്ഷമ കൂടി പരീക്ഷിക്കുന്നുണ്ട്. ചീട്ടുകളിയിലെ ഒരു പുലിയാണ് സത്യ എന്ന നായകൻ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ റോസി എന്നൊരു സ്ത്രീയെ അന്വേഷിച്ചിറങ്ങുകയാണ് സത്യ. റോസിയോടൊപ്പം പോണ്ടിച്ചേരിയിലേക്കുള്ള സത്യയുടെ യാത്രയും അതിനുള്ള കാരണവുമാണ് സത്യ എന്ന സിനിമ പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് സിനിമയിൽ നമ്മളെ പ്രധാനമായും വെറുപ്പിക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. രണ്ട്, സാങ്കേതികമായിട്ടുള്ള സിനിമയുടെ പരിതാപകരമായ അവസ്ഥ. തെലുങ്ക് സിനിമയൊക്കെ ആവർത്തിച്ച് മടുപ്പിച്ച മാസ് ആക്ഷൻ ശ്രേണിയിലാണ് സത്യയുടെ സ്ഥാനം. കഥ മൊത്തമായി പരിശോധിച്ചാൽ നമ്മുടെ നായകൻ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണെന്ന് മനസ്സിലാകും. എന്നാൽ അതിൻ്റെ ഇടയിൽ സ്ലോ മോഷൻ ഫൈറ്റ് നടത്താനും ഹീറോയിസം ഡയലോഗ് വിളമ്പാനും അടക്കം യുക്തിക്ക് നിരക്കാത്ത കുറേ സംഭവങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. നായകനെ വാഴ്ത്തുന്ന സ്ഥിരം ആക്ഷൻ ചിത്രമാണെന്ന് വാദിച്ചാലും യുക്തിക്ക് നിരക്കാത്ത അവസ്ഥയിലേക്ക് പോയാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ചില മാസ് ഡയലോഗുകൾ കേട്ടാൽ ചിരി വരും. ഹീറോയുടെ ഇൻട്രോ അടക്കം പല സ്ഥലത്തും ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ശൈലിയിൽ ഹീറോയിസം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ലാത്ത ഈ ഏർപ്പാട് ആവർത്തിച്ച് ബോറടിപ്പിക്കുന്നുണ്ട്. പുതിയ മുഖത്തിലൂടെ ഒരു ആക്ഷൻ സിനിമ സംവിധായകൻ എന്ന നിലയിൽ പേരെടുത്ത സംവിധായകനായിരുന്നു ശ്രീ ദീപൻ. എങ്കിൽ തൻ്റെ ഏറ്റവും അവസാന സിനിമയായ സത്യയിൽ ട്രീറ്റ്മെൻറ്റിൽ വേണ്ടത്ര ഫ്രഷ്നെസ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അവിശ്വസനീയത കൂടിയ പ്രെഡിക്റ്റബിളായ എ.കെ. സാജൻ്റെ തിരക്കഥ സ്ക്രീനിൽ നന്നാകണമെങ്കിൽ മെച്ചപ്പെട്ട സാങ്കേതിക മികവ് വേണമായിരുന്നു. ഡയലോഗുകൾ പലതും സന്ദർഭത്തിന് യോജിക്കാത്തവയായിരുന്നു. കഥയുടെ ഒഴുക്കിനെ ബാധിക്കുന്ന രീതിയിലുള്ളതായിരുന്നു എഡിറ്റിംഗ്. ഛായാഗ്രഹണവും മോശമായിരുന്നു. കാട്ടിനകത്തുള്ള സീനിൻ്റെ ലൈറ്റിംഗ് ശരിക്കും മോശം നിലവാരത്തിലുള്ളതായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസിൽ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിക്കുള്ളിൽ ജയറാം സ്ലോ മോഷനിൽ ഓടി വരുമ്പോൾ സെറ്റിലെ ലൈറ്റും ഫൈറ്റിന് ഉപയോഗിച്ച ക്രെയിനുമൊക്കെ പുറകിൽ വ്യക്തമായി കാണാം. ഫൈറ്റുകൾ നിലവാരം പുലർത്തിയില്ല. പാട്ടുകൾ ശരാശരി ആയപ്പോൾ പശ്ചാത്തല സംഗീതം അതിലും താഴെയായിരുന്നു. സാൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് സത്യ എന്ന റഫ് കഥാപാത്രമാകാൻ ജയറാമിനെ സഹായിക്കുന്നുണ്ട്. ബിൽഡപ്പുകളിൽ മാത്രം ഒതുങ്ങിപ്പോയ സത്യയെ അടുത്തറിയാൻ സിനിമ ശ്രമിക്കുന്നേയില്ല. അയാളുടെ പഴയകാലവും പ്രണയവും ഒന്നും നമ്മൾ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. പാട്ടിൽ അഭിനയം അബദ്ധമാണെങ്കിലും ബാക്കി ഭാഗങ്ങളിൽ പാർവതി നമ്പ്യാർ അത്ര മോശമല്ല. റോസിയായി റോമ കാര്യമായ ചലനമൊന്നും സൃഷ്ടിക്കുന്നില്ല. കോമഡിക്ക് വേണ്ടി സാജു നവോദയെയും പോസ്റ്ററിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഷ്ടി 1 മിനിറ്റ് സീനിൽ അജു വർഗീസിനെയും സിനിമയിൽ ചേർത്തിട്ടുണ്ട്. വില്ലനായി അഭിനയിച്ച നടൻ്റെ പ്രകടനം പരിതാപകരമായിരുന്നു. കാലത്തിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിലൊന്നും മാറ്റം വരുത്താൻ ശ്രമിക്കാത്ത ഒരു സിനിമയാണ് ദീപൻ്റെ സത്യ. വ്യത്യസ്തതയോ ആവേശമോ തോന്നിപ്പിക്കാത്ത എഴുത്തും ഇതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പടം 2 മണിക്കൂറിൽ താഴെയേ ഉള്ളൂ എങ്കിലും കണ്ടു കഴിയുമ്പോൾ അതിനേക്കാൾ ഉള്ളതുപോലെ തോന്നും.